1.5 വർഷം കൊണ്ട് താങ്കൾ ഇങ്ങനെയൊക്കെ ആവണമെന്ന് താങ്കൾ ആരായിരുന്നു? ആളുകൾക്ക് ആവശ്യമുള്ള സാധനം അവരൊരുപാട് അതുകൊണ്ട് വിഷമിക്കുന്നുണ്ട്. ഈ സാധനം കണ്ടുപിടിച്ച് ചെയ്താൽ പെട്ടെന്ന് സമ്പന്നനാവാൻ സാധിക്കുന്ന മെസ്സേജ് കിട്ടി. ഇതെല്ലാം നോക്കുമ്പോൾ താങ്കൾ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായ ബിസിനസ്സുകാരനായി മാറുന്നു. സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തില്ല. ടീച്ചർമാർ പഠിപ്പിച്ചപ്പോ ഒരു കാര്യം പഠിപ്പിക്കാൻ മറന്നുപോയി. ഈ സമ്പത്ത് കാലത്ത് തൈബത്ത് വെക്കാൻ 10 ഏതാ ടീച്ചർ പറഞ്ഞില്ല. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്ന ഡോക്ടറല്ല, അസുഖം വരാതിരിക്കാൻ വേണ്ടി ചികിത്സിക്കുന്ന ഡോക്ടർ. അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരള ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ്, എല്ലാവരുടെ ഭാഗത്തുണ്ട്. ഇപ്പൊ റിയാസ് മിനിസ്റ്റർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ മാസമാണ് ഞങ്ങളെ അബുദാബിയിൽ വെച്ചൊരു ചടങ്ങില് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന്റെ കൈരളി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാതൃഭൂമി പത്രത്തിന്റെ അവാർഡ് കൽപ്പറ്റ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മാധ്യമം പത്രത്തിന്റെ അവാർഡ് ഞങ്ങൾക്കൊരു മാധ്യമ പത്രമായിരുന്നല്ല താങ്കളെ കൊന്നിരുന്നത്. അതെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയും കിട്ടി. മാധ്യമ പത്രം നമുക്ക് വലിയൊരു അവാർഡ് 15,000 പേര് നടക്കുന്ന പ്രോഗ്രാമിൽ വെച്ച് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് അവാർഡ് കിട്ടിയത്. അതോടൊപ്പം തന്നെ കേരള കൗമുദിയുടെ ഏറ്റവും നല്ല അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ദീപിക പത്രം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു അവാർഡ്, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇൻഡെക്സ് 2020 യൂസഫ് അലി പങ്കെടുത്ത യൂസഫ് അലിക്ക് ഉണ്ടായിരുന്നു. പിന്നെ മിനിസ്റ്റർ ചിരാഗ് പാസ്വാൻ, അവർ രണ്ടുപേരും. അമ്മയുടെ ഒരു അവാർഡ് കിട്ടിയിരുന്നില്ല? മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് അമ്മയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആത്മയുടെ അവാർഡ് മിനിസ്റ്റർ ഗണേഷ് കുമാറിന്റെ കയ്യിലായിരുന്നു. അതായത് 1.5 വർഷം കൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങി 140 കോടിയോളം അതിന്റെ അകത്ത് ഇൻകം ട്രാൻസാക്ഷൻ ഉണ്ടാക്കി, വരവ് ചെലവ് ഉണ്ടാക്കി. താങ്കൾക്ക് എല്ലാവരും എതിർത്തിരുന്ന ആൾക്കാരൊക്കെ താങ്കൾ തേടി എത്തുന്ന ഒരു കാലഘട്ടമായി മാറി. തീർച്ചയായിട്ടും. മാത്രമല്ല താങ്കൾ ആദരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കും. മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, താങ്കൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് താങ്കൾക്ക് വലിയൊരു പോസ്റ്റ് തന്നിട്ടുണ്ടല്ലോ. അത് ചിരാഗ് പാസ്വാൻ അവിടെ വന്നപ്പോഴാണ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് കാര്യങ്ങൾ ഈ സ്ഥലത്ത് വന്നു. ഇവിടെ അങ്കമാലിയിലായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് സെൻട്രൽ ഗവൺമെന്റ് തന്നെ ട്രേഡ് കമ്മീഷണർ പോസ്റ്റും കൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഒഫീഷ്യലായ പോസ്റ്റ്. അതിന്റെ പ്രത്യേകത എന്താണ് ട്രേഡ് കമ്മീഷണറിന്റെ? അതിവിടെ ഒരുപാട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഫണ്ടുകൾ ഇവിടെ ചെറുകിട ബിസിനസ്സുകാർക്ക് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്കീമുകളുണ്ട്. പക്ഷെ ഇത് വേണ്ടത്ര ഇത് നടപ്പിലാക്കുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള പുതിയൊരു ഇങ്ങനെയാണ് NIRDC എന്ന് പറയുന്ന സംഘടന ത്രൂ വഴിയാണ് ഇതിലേക്ക് ഞാൻ നിയമിതനായിട്ടുള്ളത്. അതായത് താങ്കൾ വർഷം കൊണ്ട് അത്ഭുത മനുഷ്യനായി മാറിയിരിക്കുന്നു. അതായത് വളരെ സാഹസികമായി ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വലിയൊരു പ്രോജക്റ്റ്, അതിന്റെ ഫസ്റ്റ് ഘട്ടം പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് താങ്കൾ നേട്ടം കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനം. സാർ, അതില് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് അറിയാം, നമ്മുടെ എല്ലാവരും ബ്രെയിനിലും 4 മസിൽസ് ഉണ്ടെന്നാ പറയാം. ഈ മസിലിന്റെ പേര് തിങ്കിങ് മസിൽ എന്നാ പറയാം. എല്ലാവരുടെ ബ്രെയിനിലും ഉണ്ട്. അപ്പൊ ഇതില് ഈ തിങ്കിങ് മസിൽ ഒന്നാമത്തത് ഓപ്പറേഷൻ മസിൽ എന്ന് പറയും. ഈ ഓപ്പറേഷൻ മസിൽ എന്ന് വെച്ചാൽ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്ന പോലത്തെ എല്ലാവരും ഭംഗിയായിട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ മസിൽ റിലേഷൻഷിപ്പ് മസിൽ എന്ന് പറയാം. ചെയ്യുന്ന കാര്യങ്ങൾ ബന്ധങ്ങൾ ഉപയോഗിച്ച് നല്ല ഇതെല്ലാവരും ചെയ്യുന്നു. ഇപ്പൊ സാറ് ചെയ്യുന്ന കാര്യം എന്നും ചെയ്യുന്നുണ്ട്, അതേപോലെ ബന്ധങ്ങളുണ്ട്, അത് രണ്ടിനും ഓക്കെയാണ്. പക്ഷെ മൂന്നാമത്തെ ഒരു മസിലുണ്ട്, ഇന്നോവേഷൻ മസിൽ. അതായത് പുതിയത് ചെയ്യാൻ വേണ്ടി ചിന്തിച്ചിട്ട് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി നമ്മളെ ചിന്തിപ്പിക്കുന്ന ആ ഒരു മസിൽ. ഇത് മിക്ക ആൾക്കാരും പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു തിങ്കിങ് മസില് ഇങ്ങനെ മൂന്നാമത്തെ ഇന്നോവേഷൻ മസില് പറയണം പുതിയത്. ഈ പുതിയത് ചെയ്ത ഗുണം തന്നെ പറയും സാറേ. ഇപ്പൊ നമുക്ക് ഓപ്പറേഷൻസ് മസിലും അതോടൊപ്പം തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് മസിലും പ്രവർത്തിച്ചാൽ ഗ്രോത്ത് ഉണ്ടാവും, ചെറിയൊരു ഗ്രോത്ത്. അതേസമയം മൂന്നാമത്തെ മസിലായിട്ടുള്ള ഇന്നോവേഷൻ മസിലും നാലാമത്തെ മസിലായ ലീഡർഷിപ്പ് മസിലും ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയും. അതായത് നമ്മളെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ അവിടെ ധൈര്യത്തോടു കൂടി ചങ്കുറ്റത്തോട് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രതിസന്ധിയിൽ വരും അല്ലെ. ഇപ്പൊ സാറിന് അറിയാം, കഴിഞ്ഞ സാറിന്റെ ഇന്റർവ്യൂവിന് താഴെ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. കമന്റ് ഇട്ടവർ ഇപ്പോഴും കമന്റ് ഇട്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇത് വാങ്ങിയവരോ ലാഭം കൊയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ എന്റെ റിസോർട്ടിലേക്ക് എല്ലാവർക്കും 95 ലക്ഷം എടുത്ത് മേടിക്കാനുള്ള സാമ്പത്തിക അത്രയും വളരെ കഴിവില്ലാത്തവരുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു, 1 ലക്ഷം അതിന് ഗുണിതം പാർട്ട്ണർ ആയിക്കോ ഈ റിസോർട്ടിന്റെ കാര്യത്തിൽ. അതെ, ഇപ്പൊ സാറിന്റെ കയ്യിൽ ഇപ്പൊ 95 ലക്ഷം ഇല്ല, റിസോർട്ട് മേടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഞങ്ങൾ സാറ് കാര്യം ചെയ്യും, സാറിന് 94 വരെ സെറ്റാക്കി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും,
95 പേരെ പേരിൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തു. അപ്പൊ കിട്ടുന്ന വാടകയെ 95 പേര് ഡിവൈഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ 3 ലക്ഷം രൂപയുണ്ട് ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് ഡിവൈഡ് ബൈ 95 ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കിട്ടുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ റിസോർട്ട് വാങ്ങുന്നത് പല പാർട്ട്ണർമാരായിട്ട് അങ്ങനെ പഠിക്കാം, ഒറ്റയ്ക്ക് പഠിക്കാം, രണ്ടാൾക്ക് പഠിക്കാം, 10 ആൾക്ക് പഠിക്കാം. കാരണം പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ അൺലിമിറ്റഡ് ആണ്. അതിൽ ലിമിറ്റേഷൻ നമ്മുടെ ഗവൺമെന്റ് വെച്ചിട്ടില്ല. എത്ര പേരുടെ വേണമെങ്കിലും പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതെ, എത്ര അപ്പൊ വരുമാനവും കൃത്യമായിട്ട് അതിലേക്ക് പോകും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്, നല്ല സംവിധാനമുണ്ട്. അപ്പൊ ഇവിടെ സാറേ, ഇവിടുത്തെ നമ്മുടെ ജനങ്ങൾക്ക് അറിയാത്ത 3 കാര്യങ്ങളാണ്. മിക്ക ആൾക്കാരും പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ മിക്ക ആൾക്കാർ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പണം വരുന്നുണ്ട് കയ്യിൽ, പക്ഷേ ആ പണം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, ചെലവായി പോകുന്നു. ഇതാണ് ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നം. സാറിനുള്ള പ്രശ്നം സാർ ഈ ആയുസിന്റെ ഇടയിൽ എത്ര കോടി രൂപ ഉണ്ടാക്കി, ഇപ്പൊ എത്ര കയ്യിലുണ്ട് അല്ലെ? എവിടെ പോയി? വന്ന പണം നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടെത്തിയ കാര്യമാണ്, ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും 3 അസുഖങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഒന്ന്, ഹൗ ടു മേക്ക് മോർ മണി, കൂടുതൽ പണം ഉണ്ടാക്കാൻ അറിയില്ല. 2, ഹൗ ടു മാനേജ് മണി, വന്ന പൈസയെ മാനേജ് ചെയ്യാൻ അറിയില്ല. 3ാമതായിട്ട്, ഹൗ ടു മൾട്ടിപ്ലൈ മണി, വന്ന പൈസ ഇരട്ടിപ്പിക്കാൻ അറിയില്ല. ഈ 3 പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കിയാന്നറിയോ, ഈ 3 പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് ഒരു ഡോക്ടർ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ കാര്യത്തില് ഡോക്ടറേറ്റ് എടുത്തു. എങ്ങനെ പൈസയെ സുരക്ഷിതമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനെ ഇരട്ടിപ്പിക്കാം. അപ്പൊ എന്ത് ചെയ്തു? ഞാനും ഡോക്ടറാ, പക്ഷെ എന്താണ്, അസുഖം വന്നിട്ട് ചികിത്സിക്കുന്ന ഡോക്ടറല്ല, അസുഖം വരാതിരിക്കാൻ വേണ്ടി ചികിത്സിക്കുന്ന ഡോക്ടറാണ്. കാരണം എന്താ, നമുക്ക് എങ്ങനെ അസുഖങ്ങൾ വരണേ? കൂടുതലായിട്ടും ടെൻഷൻ വരുമ്പോഴാ അല്ലെ? ഡോക്ടർ ചോദിക്കുമ്പോൾ നെഞ്ചുവരാ, ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ കുറയ്ക്കാൻ പറയും. എങ്ങനെ കുറയ്ക്കണേ? പൈസ വേണ്ട സാറേ അല്ലെ? അപ്പൊ ഈ പൈസ എങ്ങനെ? അപ്പൊ അതിൽ ഞങ്ങൾ പറയുന്ന ഒരു മണി തിയറി ഉണ്ട്. മേക്ക് മണി, ഇൻവെസ്റ്റ് മണി, സ്പെൻഡ് മണി. ഈ 3 കാര്യങ്ങളാണ്. ഇതിനെല്ലാവർക്കും എന്തറിയാം? പൈസ ഉണ്ടാക്കാൻ അറിയാം, ചെലവാക്കാൻ അറിയാം അല്ലെ? എത്ര പൈസ? കുറച്ച് പൈസ ഉണ്ടാക്കാൻ അറിയാം, അത് ചെലവാക്കാൻ അറിയാം. ഇതിന്റെ ഇടയിൽ ഒരു സാധനമുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ പറയണത്, നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ചെലവാക്കാനുള്ളതല്ല. ഇപ്പൊ നമ്മൾ എല്ലാ മാസം ജോലിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നു, ഇത് ചെലവാക്കരുത്. ഇതെന്ത് ചെയ്യണം? ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വേണം ചെലവാക്കാൻ. അപ്പൊ എന്ത് പറ്റും? നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ബാക്കി. ഇപ്പൊ എക്സാമ്പിൾ പറയട്ടെ, സാറിന് എല്ലാ മാസം 25,000 രൂപ ചെലവുണ്ട്. ഓക്കെ, സാറ് 25,000 രൂപ ഉണ്ടാക്കുന്നുണ്ട്, ചെലവ് എത്രയുണ്ട്? 25,000. വരവ് ചെലവ് ഈക്വലായിട്ട് പോവാ. അതേസമയം സാറിന് എവിടെ നിന്നെങ്കിലും 10 ലക്ഷം രൂപ ഞങ്ങൾ റിസോർട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഏറ്റവും ചെറിയ 2.5% സാറിന് പ്രോഫിറ്റ് കിട്ടും. ഈ 2.5% പ്രോഫിറ്റ് കൂട്ടിയാൽ 5 കൊല്ലം കൊണ്ട് സാറിന്റെ ഇൻവെസ്റ്റ്മെന്റ് 5,11,00,000 രൂപയായി. ക്ലിയർ ആയോ? സാർ ഉണ്ടാക്കുന്ന പൈസ ബാക്കി വരികയും ചെയ്യും. അപ്പൊ സാറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആ 10 ലക്ഷം രൂപ 5 കോടിയിട്ട് മാറുകയും ചെയ്യും. റെഗുലർ ആയിട്ട് ഒരു 2 ലക്ഷം രൂപ എല്ലാ മാസം പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. എന്താണെന്നറിയോ, സാർ ഇപ്പൊ 45 വയസ്സാണെന്ന് കൂട്ടും. 15 വയസ്സ് 60ാമത്തെ വയസ്സിൽ ചിലപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് ഇതേപോലെ ചുറുചുറുക്ക് ഉണ്ടാവണമെന്നില്ല, ആ വരുമാനം ഉണ്ടാവണമെന്നില്ല, അസുഖങ്ങൾ കൂടുകയും ചെയ്യും. അപ്പൊ ആ സമയത്ത് നമ്മൾ ആരും നോക്കൂ സാർ? ക്ലിയർ? ഇപ്പൊ ആരോഗ്യത്തിന്റെ വരുമാനമുണ്ട്, പക്ഷേ ഈ ആരോഗ്യമില്ലാത്ത സമയത്ത് നമ്മൾ ആരും നോക്കും? അതിനാണ് നമ്മൾ പണ്ട് ടീച്ചർമാർ പഠിപ്പിച്ചത്, സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാൻ. ടീച്ചർമാർ പഠിപ്പിച്ചപ്പോ ഒരു കാര്യം പഠിപ്പിക്കാൻ മറന്നുപോയി. ഈ സമ്പത്ത് കാലത്ത് തൈബത്ത് വെക്കാൻ ആ തൈ 10 ഏതാ ടീച്ചർ പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ ഒറ്റ കാര്യം ചെയ്യുന്നുള്ളൂ, ഈ തൈ 10 എന്നുള്ളത് ഞങ്ങൾ 20 ഉണ്ടാക്കി അല്ലെ? തൈ ഏതാ? ഇന്ന് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന ചന്ദനത്തൈ. ഇത് കണ്ടുപിടിച്ച് ഞങ്ങൾ അങ്ങ് സമർപ്പിച്ചു. ഇത്ര കാര്യം ചെയ്തത് തെറ്റാണോ സാർ? അല്ലെ? ഇപ്പൊ ഇത് പറയുമ്പോ ചിലർ ചോദിക്കും, ഞാൻ കഞ്ചാവ് എന്നുള്ള വിഷയം ചന്ദനല്ലേ? അല്ലെ, കഞ്ചാവാണോ ചെയ്തത്? അല്ലല്ലോ, കഞ്ചാവിന് വിഷമൂല്യുണ്ട്. അതെ. അപ്പോ ഇത്തരത്തില് ആളുകൾക്ക് ഇപ്പൊ സാറേ ഇന്ന് കേരളത്തിലെ മറ്റൊരു ഏറ്റവും വലിയ ബിസിനസ്സാണ് വൃദ്ധസദനം. ഓക്കെ, എന്തുകൊണ്ടാ? നമ്മളൊക്കെ ധാരണ മക്കള് 60 വയസ്സ് കഴിയുമ്പോ നമ്മളെ മക്കള് നോക്കൂ സാറേ. കാരണം മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, കാലഘട്ടം മാറി തോന്നുന്നു. രണ്ടാമത്തത്, ഇവര് കല്യാണം കഴിക്കുമ്പോഴും ഇവർക്ക് ഓൾറെഡി മക്കളുണ്ടാവും അല്ലെ? ഭാര്യയായി, പ്രശ്നങ്ങളായി, നമുക്കുള്ള പ്രശ്നം അവർക്ക് ഉണ്ടാവൂലേ? പിന്നെ അവരെ പ്രയോറിറ്റി അച്ഛനമ്മയല്ല, അവരെ ഫാമിലിയാ. അപ്പൊ എന്ത് വേണം? നമ്മളിപ്പോ സാറിന്റെ സ്വന്തം ഒരാളേ ഉള്ളൂ, സാറിന്റെ ഭാര്യ.
അതിനപ്പുറത്തേക്കില്ല. മക്കള് എന്തെങ്കിലും കിട്ടി, ഒരു പ്രതീക്ഷയും വേണ്ട. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം, അതാണ് നമ്മളെ നാളെ നമുക്ക് അല്ലെ ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ. അത് സുഖമായിട്ട് ഇവിടെ ജീവിച്ച് ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം, സമ്പത്ത് വേണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും പറയുന്ന ചോദ്യമാണ്, സാറേ വാട്ട് ഈസ് മണി, വാട്ട് ഈസ് വെൽത്ത്? ഇത് രണ്ടും രണ്ടാ അല്ലെ? എന്താ പണം? പണം എന്ന് പറയുന്ന സാധനം നമ്മൾ മറ്റൊരാൾക്ക് സർവീസോ ഉൽപ്പന്നമോ കൊടുത്താൽ തിരികെ കിട്ടുന്ന ഉപോൽപ്പന്നത്തിന്റെ പേരാ പണം. സമ്പത്ത് എന്താ? നമ്മള് പണം ഉപയോഗിച്ച് വാങ്ങുന്ന അസലിന്റെ പേരാണ് സമ്പത്ത്. അപ്പൊ സമ്പത്ത് എന്തിനാ? ആരോഗ്യമില്ലാത്തപ്പോ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം. ആരോഗ്യമുള്ളപ്പോ നമുക്ക് എന്ത് കിട്ടും? പണം കിട്ടും. ആരോഗ്യമില്ലാത്തപ്പോഴോ നമുക്ക് ജീവിക്കുന്ന സമ്പത്ത് വേണം. ക്ലിയർ ആയോ? ഇത് രണ്ടും രണ്ടാണ്. മിക്കവർക്കും അറിയില്ല. ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ സമയവും എനർജിയും കൊടുത്താലേ പണം കിട്ടും. ആരോഗ്യമില്ലാത്തപ്പോഴോ ആ ഉണ്ടാക്കിയ പണം സമ്പത്താക്കി മാറ്റി കഴിഞ്ഞാൽ ആ സമ്പത്ത് നമ്മളെ നോക്കിക്കോളും. ഈ ഒരു മെസ്സേജ് ആണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും കൊടുക്കാനുള്ളത്. അതായത് താങ്കൾ ഒരു ഫിലോസഫറായി മാറിയിരിക്കുന്നു. വലിയ MBA എടുത്ത അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അങ്ങേത്തലത്തിൽ പഠിച്ച് ബിസിനസ് മാനേജ്മെന്റ് എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കുന്നു. പിന്നെ കുടുംബ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നു, പ്രകൃതിയെ പറ്റി ചിന്തിക്കുന്നു, പിന്നെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഓർഗാനിക് കൃഷിയെ കുറിച്ച് ചിന്തിക്കുന്നു. എല്ലാ തലത്തിലും ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു. താങ്കൾ എല്ലാവർക്കും മാതൃകയായി മാറിയതെന്നുള്ള അവാർഡുകൾ തെരഞ്ഞു വന്നത്. 1.5 വർഷം കൊണ്ട് താങ്കൾ ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ താങ്കൾ ആരായിരുന്നു ശരിക്കും? ആരാണ് താങ്കൾ? 1997 എന്റെ കരിയർ ഞാൻ ബിൽഡ് ചെയ്യണം. 1997 17 വയസ്സുള്ളപ്പോഴാണ് ഫാദറിന്റെ റെസ്റ്റോറന്റിൽ ഒരു വെയിറ്റർ ആയിട്ട് ദിവസം 50 രൂപയായിരുന്നു എനിക്ക് കൂലി. 1500 രൂപ മാസം. പക്ഷേ അന്നാണ് ബേസിക്സ് ഓഫ് മണി, പൈസയെ കുറിച്ചുള്ള ബേസിക് മനസ്സിൽ. 50 രൂപ അന്ന് കൈ കിട്ടുമ്പോൾ കിട്ടുന്ന അനുഭൂതി ഉണ്ട് സാറേ. ആ ഈ അനുഭൂതി വല്ലാത്ത അനുഭൂതിയായിരുന്നു 17ാമത്തെ വയസ്സ്. സ്വന്തമായി കയ്യിൽ പൈസ കിട്ടാന്ന് പറയുന്നത്, അതെ, സ്വന്തമായിട്ട് നമ്മള് സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നത്. അതെ. അപ്പോ പക്ഷെ അവിടെ 2.5 വർഷം ഫാദറിന്റെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തപ്പോ ചില സാങ്കേതിക കാരണങ്ങൾ കല്യാണം കഴിക്കേണ്ടി വന്നു. ഫാദറിന് 19. അത് കാരണം ഫാദറിന് ഒരു അറ്റാക്ക് വന്നു. നിങ്ങൾ അല്ലാണ്ട് ആൺകുട്ടികളാണ്, അപ്പൊ എന്നോട് പറഞ്ഞു നീ കല്യാണം കഴിക്കുക, അങ്ങനെ പറഞ്ഞ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ചപ്പോഴാണ് പിന്നെ തോന്നി എന്തുകൂടെ ഒറ്റയ്ക്ക് ഒരു സ്ഥാപനം തുടങ്ങിക്കൂടാ. വെയിറ്റർ എന്ന് പറയുമ്പോ വൈഫിന് ഒരു ചെറുതായിട്ടൊരു ഒരു പ്രശ്നം. ഫാദറിന്റെ ഹോട്ടലാണ്, അതിലെ വെയിറ്റർ ആണ്, ഒരു എംപ്ലോയി ആണല്ലോ. അങ്ങനെ സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ഇതിന്റെ 19-20 വയസ്സ് ഗ്യാപ്പിൽ ആദ്യമായിട്ട് റെസ്റ്റോറന്റ് തുടങ്ങി. ഈ റെസ്റ്റോറന്റ് തുടങ്ങി അവിടെ നിന്ന് അപ്പൊ അന്ന് ഫാദർ പഠിപ്പിച്ചൊരു കാര്യമാണ്, ഒരു കാരണവശാലും നീ ഇനി എന്ത് ചെയ്യാൻ പാടില്ല, ജോലി ചെയ്യരുത്. ചെയ്തു. അപ്പൊ ഇത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എന്റെ മെന്റർ പഠിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സമ്പന്നനാകാൻ 5 സ്റ്റെയർ കേസിൽ കയറി പോടുന്നുണ്ട്. സമ്പന്നാണെങ്കിൽ 5 സ്റ്റെപ്പ് കാരണം. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സമയം ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കണം. ഇത് 3 കൊല്ലം ചെയ്യാൻ പാടുള്ളൂ. അപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ഫാദർ, ഞാൻ ഇതിപ്പോഴും പഠിച്ചുള്ളൂ, എന്റെ ഫാദർ കറക്റ്റ് ആയിട്ട് പറഞ്ഞ പോലെ ഇനി നീ നിന്റെ സമയം വിൽക്കരുത്. എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ എംപ്ലോയി നിൽക്കേണ്ട സമയം 3 കൊല്ലം നിൽക്കാൻ പാടുള്ളൂ. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ കയറണം. ഓക്കെ, അവിടെ പിന്നെ സെല്ലിംഗ് സർവീസ് എന്നാ പറയാം. ഈ സെല്ലിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള സർവീസുകളുണ്ട്. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയ സർവീസാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റേ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പിന്നെ മറ്റേ ട്രെയിനർമാർ, അങ്ങനെ ഒരുപാട് സർവീസ് ഉണ്ടല്ലോ. നമ്മൾ കുറച്ച് നാളും ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ആ ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആവും നമ്മൾ. അപ്പോഴാണ് നമ്മൾ സർവീസിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുണ്ടാവില്ല, ശമ്പളം ഉണ്ടാവില്ല, സ്വയം തന്നെ നമ്മൾ ഉണ്ടാവും. ഇപ്പൊ സാറിന് ശമ്പളം ഉണ്ടോ? ഇല്ല. സാറ് എന്താണ് സ്വന്തം തന്നെ ഉണ്ടാക്കണം. ആ സർവീസ് വിറ്റാൽ അവിടുത്തെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ സാറില്ലെങ്കിൽ സാറിന് പിന്നെ പണമില്ല. താങ്കളുടെ എഫർട്ടിലെ അല്ലെ 10 ദിവസം പനി പിടിച്ചു കിടന്നാൽ കിടക്കും. അപ്പൊ എന്തായി? സർവീസ് വിറ്റും ജീവിക്കാൻ പാടില്ല, തെറ്റ്. പിന്നെ വേണം സാർ എന്ത് ചെയ്യണം? അതേ ഇൻഡസ്ട്രിയിൽ ഒരു ബ്രാൻഡായിട്ട് പൊസിഷൻ ചെയ്തിട്ട് അവിടെ ഒരു സാറിന്റെ പ്രസൻസ് ഇല്ലാതെ ഈ ബിസിനസ് നടന്നു പോകുന്ന രീതിയിൽ മാറണം. അതിൽ കുറെ എഫേർട്ട് എടുക്കാനുണ്ട്. ഇപ്പൊ സാറിന്റെ പ്രസൻസാ, സാറിലത് തീർന്നു. ഇപ്പൊ ക്രൈം എന്ന് പറയുന്ന ഈ ഒരു സാറിന്റെ ഈ ഒരു ചാനല് സാറിലൊക്കെ തീർന്നില്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞു. എൻഡ് അല്ലെ?
അപ്പൊ എന്തേ അവിടെ നമുക്ക് സമ്പന്നാവാൻ പറ്റില്ല. അങ്ങനെ 5 സ്റ്റെപ്പുകൾ പോകാനുണ്ട് നമുക്ക്. അപ്പൊ ഈ 5 സ്റ്റെപ്പുകൾ കയറി പോയാലും അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫാദർ പറഞ്ഞ പോലെ തന്നെ പിന്നെ ചെയ്തത്, അവിടെ ഒരു കാരണവശാലും പണം കഷ്ടപ്പെട്ടുണ്ടാക്കാൻ പാടില്ല എന്നൊരു മെസ്സേജ് തന്നു. എങ്ങനെ? പണം നീ ഈ 2.5 കൊല്ലം നീ കഷ്ടപ്പെട്ടുണ്ടാക്കി, പക്ഷേ ഇനിയുള്ള സമയം പണം കഷ്ടപ്പെട്ടുണ്ടാക്കാൻ പാടില്ല. പണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമയം ഓൺലി 3 ഇയർ. കാരണം കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. സാറ് കണ്ടിട്ടുണ്ടോ? ഇത് പറയുമ്പോ അധ്വാനിച്ചിരിക്കുന്ന ആൾക്കാർ പറയും പിന്നെ നിന്നെ പോലെ കൂട്ടിട്ട് വേണം പൈസ. കറക്റ്റ് സാറേ, കൂട്ടിട്ട് തന്നെ വേണം പൈസ ഉണ്ടാക്കാൻ. എന്താണെന്നറിയാം, ഇവിടെ റോഡ് പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം റോഡ് നടക്കുന്നില്ലേ, അവര് വെയിലില്ല പകലില്ല എല്ലാ ദിവസവും ജോലി ചെയ്യുന്നുണ്ട്. അവർ രക്ഷപ്പെടും സാറേ? ഇല്ലേ? രക്ഷപ്പെടും? കഷ്ടപ്പാടുണ്ടോ? അന്യായ കഷ്ടപ്പാടാണ്. ഇവരെന്നാ ഇങ്ങനെ രക്ഷപ്പെടണേ സാറ് പറ? ഇവിടെ ഒരുപാട് സൂപ്പർ മാർക്കറ്റിൽ ജ്വല്ലറി സെയിൽസ്മാൻമാരുണ്ട്. എന്നും കഷ്ടപ്പാടല്ലേ? രക്ഷപ്പെടും? അവർക്ക് ജീവിതത്തില് ഒരു പ്രീമിയം ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഹയർ ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഒരു കാര്യം അല്ലല്ലോ അന്നേ പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും നീ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ പാടില്ല. ഈസി ആയിട്ട് എങ്ങനെ പണം ഉണ്ടാക്കാം, അതിലേക്ക് നീ എന്ത് ചെയ്യണം? നീ പഠിക്കരുത്. ഇപ്പൊ നിനക്കറിയാലോ, കാര്യങ്ങൾ പഠിച്ചല്ലോ, ഇതിലുള്ള ആളുകളെ കണ്ടെത്താം. കാരണം കുറെ ആൾക്കാർ തൊഴിൽ ചെയ്ത് ജീവിക്കും. അങ്ങനെ എന്ത് ചെയ്തു, ഒരു റെസ്റ്റോറന്റ് 2 ഉപദേശം കൊണ്ട് 2 എണ്ണായി, 3 എണ്ണായി, 4 എണ്ണായി, 14 എണ്ണായിട്ട് ഇത് വളർന്നു വലുതായി. അതേസമയം ഞാൻ റെസ്റ്റോറന്റിൽ വെയിറ്ററായിട്ട് നിന്നെങ്കിലോ, അല്ലെ? വെയിറ്ററായിട്ട് തന്നെ നിൽക്കും. എന്നും വെയിറ്റർ, ഭരിക്കുന്ന വെയിറ്റർ, അവിടെ നിന്നൊരു മോചനം ഇല്ല. പക്ഷെ അതിൽ അഡ്വൈസ് എന്റെ ഫാദർ തന്ന ഏറ്റവും വലിയ അഡ്വൈസ് ആയിരുന്നു. അപ്പോ ആ അഡ്വൈസ് കൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം, അന്ന് സാറേ 20ാമത്തെ വയസ്സിലിട്ട കോട്ട ഇന്ന് വരെ ഊരിയിട്ടില്ല. കാരണം അത് ചിന്തിക്കുന്നത് ആളുകൾക്ക് ഒരു തരത്തിലുള്ള, എന്നെ കൊണ്ടും ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടാവാൻ പാടില്ല. ആളുകൾക്ക് ഇതുകൊണ്ട് ഇന്ന് ഒരുപാട് കുടുംബം എന്നെ കൊണ്ട് ജീവിക്കുന്നുണ്ട്. എത്ര വീടുകൾ സമ്പന്നതയിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഈ ഒരു തിയറി പഠിച്ചതിന്റെ പേരില്ല. പണം ഈസി ആയിട്ട് ഉണ്ടാക്കണം, പണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കരുത്. പക്ഷെ ഉണ്ടാക്കാം 3 കൊല്ലം, അത് കഴിഞ്ഞാൽ നല്ലൊരു കരിയർ കണ്ടുപിടിച്ച് അടുത്തേക്ക് മാറിക്കൊള്ളണം. ഇതാണ് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് താങ്കളുടെ യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത് ഫാദറാണ്. തീർച്ചയായിട്ടും താങ്കൾക്ക് ഇൻസ്പിറേഷൻ തന്നതാണ് താങ്കൾക്ക് ഇത്രയും വളരാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയും ഇവിടെ വരെ എത്തിയത്. അതെ അതെ അതെ. താങ്കൾ ആ രംഗത്ത് നിന്ന്, അതായത് ഹോട്ടൽ ബിസിനസ് സിൽവർ സ്പൂൺ എന്ന പേരിൽ തൃശ്ശൂരിൽ പന്തലിച്ചു കിടന്ന 14ഓളം ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറി താങ്കൾ ഈ മേഖലയ്ക്ക് വരാനുണ്ടായിരുന്ന കാരണം എന്താണ്? അതായത് ഈ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടോ? അപ്പോ അവിടെ നമ്മൾ കണ്ടുപിടിച്ചാല്, നമ്മള് ഇവിടെ സമൂഹം അനുഭവിക്കുന്ന ഒരു പെയിൻ പോയിന്റ് എന്ന് പറയും. ആളുകൾക്ക് ആവശ്യമുള്ള സാധനം അവരൊരുപാട് അതുകൊണ്ട് വിഷമിക്കുന്നുണ്ട്. ഈ സാധനം കണ്ടുപിടിച്ച് ചെയ്താൽ പെട്ടെന്ന് സമ്പന്നനാവാൻ സാധിക്കുന്ന ഒരു മെസ്സേജ് കിട്ടി. എന്താണ് ആളുകൾക്ക് വേണ്ടത്? ഞാൻ നോക്കിയപ്പോ റെസ്റ്റോറന്റ് എല്ലാവരും ചെയ്യുന്നുണ്ട്, കാറ്ററിംഗും എല്ലാവരും ചെയ്യുന്നുണ്ട്, ഈവന്റ് മാനേജ്മെന്റ് എല്ലാവരും ചെയ്യുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റും എല്ലാവരും ചെയ്യുന്നുണ്ട്, ഇ കൊമേഴ്സും എല്ലാവരും ചെയ്യുന്നുണ്ട്. എങ്ങനെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാം? ആരും ചെയ്യാത്തൊരു ബിസിനസ്, ആരും ചെയ്യാത്തത്. അപ്പൊ അവിടെയാണ് നല്ലൊരു ഗ്യാപ്പ് കണ്ടത്. കൃഷി ഡൗൺ ആയി എടുക്കുക, റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആയി എടുക്കുക, ടൂറിസം വീക്ക. അപ്പൊ എന്ത് ചെയ്തു, ഇതിന് 3 കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാപിറ്റൽ പ്രിസർവേഷനോട് കൂടെ തന്നെ ആളുകൾക്ക് അവരുടെ പൈസ ഇരട്ടിപ്പിച്ച് അത് അവരുടെ പണത്തെ ഇരട്ടിപ്പിക്കാൻ എന്ത് ചെയ്യും? ആ ചിന്തയാണ് ഈ ഒരു ഇപ്പൊ ഞങ്ങളെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ആക്സലറേറ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് ടൂറിസം വിത്ത് ടെക്നോളജി. ഈ ഒരു ക്യാപ്ഷനോട് കൂടിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇതിന് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് നല്ലൊരു ഗ്യാപ്പായിരുന്നു. കാരണം ഇവിടെ കുറെ ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്, പക്ഷെ എന്താണ് 99 സ്കാമുകളാണ്. കാരണം 1 വെച്ചാൽ 10, പിന്നെ എന്തുണ്ട്, 1 10. കാരണം എന്താ, മുടക്കിയ മുതല് സേഫ് അല്ല. ഇവിടെ എന്താ ഗുണം? മുടക്കിയ പൈസക്ക് പ്രോപ്പർട്ടി കൊടുത്തു, ഇന്നല്ലെങ്കിൽ നാളെ എന്താ അത് സ്ക്വയർ ഫീറ്റിലേക്ക് വിൽക്കുമ്പോൾ ആ ഒരു ഹൈ ഇൻകം ആയിട്ട് മാറ്റിപ്പെടാനും ഇത് സാധിക്കുന്നുള്ളത്. അതായത് ഇപ്പോൾ ഇതിന്റെ ഒരു 15 വർഷം കഴിഞ്ഞാൽ 1,40,000 ലക്ഷം കോടിയുടെ 1,40,000 ലക്ഷം കോടിയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നു. അതായത് 5 കോടി വീതം 28,000
പേരുടെ വിൽപ്പനയാണ്. 1,40,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഇതിൻ്റെ അകത്തേക്ക് വരാൻ പോണത് 15 വർഷം. കൂടാതെ ഓരോ വർഷവും 102 കോടി രൂപ ഈ വരുമാനത്തിൽ ടൂറിസം, അതായത് ഇവിടെ ഉണ്ടാവുന്ന കോട്ടേജ് വഴിയുള്ള വരുമാനം വരുന്നു. ഇതെല്ലാം നോക്കുമ്പോൾ താങ്കൾ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായ ബിസിനസ്സുകാരനായി മാറുന്നു. താങ്കൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇത്രയാണെങ്കിൽ നാളെ ചിലപ്പോൾ ഈ 2 വർഷം കൊണ്ട് ഇത്ര എത്താൻ പറ്റുമെങ്കിൽ താങ്കൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ബിസിനസ്സുകാരനായി മാറും എന്നുള്ളതാണ് കണക്കൂട്ടേണ്ടത്. ഈ ഇത്രയൊക്കെ താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ റിസ്ക് എടുക്കാനുള്ള ഈ തൻ്റെ ഇടം എവിടെ നിന്ന് കിട്ടി? സാറേ, ഇവിടെ നമ്മൾ ആരെങ്കിലും എന്തിനെങ്കിലും വേണ്ടി ഇറങ്ങിത്തിരിച്ചാലല്ലേ അല്ലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഇറങ്ങിത്തിരിക്കാൻ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് 60 വയസ്സ് കഴിഞ്ഞ ആളുകളെയാണ്. ഈ 60 വയസ്സ് കഴിഞ്ഞ ആളുകള് ഏറ്റവും കൂടുതൽ, ഇപ്പൊ എന്റെ ഉമ്മയുണ്ട് 69 വയസ്സായി, വീട്ടില് ഒതുങ്ങി കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ കൊടുത്തവെല്ലാം മെഡിസിൻ മേടിക്കാം, ഭക്ഷണം കഴിക്കാം, അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല. കഴിഞ്ഞു ഒരു ലൈഫ് തീരാണ്. അപ്പൊ ഞാൻ ആലോചിച്ചത് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. ഇപ്പൊ എന്റെ ഫാദർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ്, ബിസിനസ് ചെയ്ത് ടെൻഷനായിട്ടാണ്. അപ്പോ ഇതിലൊക്കെ ഒരു പരിധി വരെ എങ്ങനെ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും? എന്റെ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ആ ഒരു വലിയ ദുരന്തം ഇനി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ചെറുപ്പത്തിലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. കാരണം നമ്മൾക്ക് പറഞ്ഞു കൊടുത്ത് അറിവ് കൊടുക്കാന്ന് പറയുന്നത് ചാരിറ്റിയല്ല സാറേ, അത് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും ഒന്ന് ഉപകാരപ്രദമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് പ്രതിസന്ധിയിൽ ഒരു ബന്ധമുണ്ട്, തരണം ചെയ്യാം. ഇതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അത് മനസ്സിലാവുന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇതുമായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു അത്ഭുത മനുഷ്യന്റെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇന്ന് അദ്ദേഹം വളർന്നു വരുന്ന വഴികൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറം വലിയ വളർച്ചയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിന് മുഴുവൻ അറിയപ്പെടാൻ സാധ്യതയുള്ള, അതേപോലെ സമ്പന്നനാകാൻ സാധ്യതയുള്ള ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം വലിയ തത്വചിന്തകനായി മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബിസിനസ് മാനേജ്മെന്റ് അറിയാം, അതേപോലെ മനുഷ്യനെ കുറിച്ച് അറിയാം, അതേപോലെ നന്മ ചെയ്തുകൊണ്ട് 10-28,000 പേരെ കോടീശ്വരന്മാരാക്കുന്നു. അങ്ങനെയുള്ള നിഷാദ് അബൂബക്കർ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലും ഭാവങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.